വയനാട്. മുന്നിൽ എല്ലാ വണ്ടികളും മഞ്ഞ ലൈറ്റ് ഇങ്ങനെ കോഷൻ ലൈറ്റ് ഇട്ടിരിക്കുന്നു. ചിലർ പറയും വാം ലൈറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ, കോഷൻ ലൈറ്റ് ഇടാൻ പാടില്ല. നിങ്ങൾക്ക് അഭിപ്രായം എന്താണ്? കാരണം കോഷൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇടേണ്ട ഒരു ലൈറ്റ് ആണെന്നാണ് അഭിപ്രായം. ആളുകളിതാ മഴയത്ത് വരെ ഭംഗി ആസ്വദിക്കുകയാണ്. വയനാട് ചുരത്തിന്റെ ഭംഗി ആസ്വദിക്കുകയാണ്. നോക്കൂ നോക്കൂ, ഇവിടെ നിന്നൊക്കെയാണ് ജനപ്രവാഹം വന്നിരിക്കുന്നത്. ഈ ഇത്രയും കൊടും മഴയത്ത് പോലും മിക്ക വണ്ടിയും പല പല രജിസ്ട്രേഷൻസ് ആണ്. അതെ, പല ഡിസ്ട്രിക്റ്റ്. വയനാടിന്റെ ഭംഗി എന്ന് പറഞ്ഞാല് അത് എടുത്തറിയിക്കേണ്ട ഒരു പ്രകൃതി ഭംഗി തന്നെയാണ്. തിരുവനന്തപുരം സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ വന്നത് കുറച്ച് കുറവായിരിക്കും അല്ലേ? ചിലരൊക്കെ വന്നിട്ടില്ല. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു അങ്ങേ അറ്റല്ല. അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് പേർക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് വയനാട്. പ്രത്യേകിച്ച് ഈ ചൂരൽമലയിൽ നടന്ന സംഭവത്തെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ആശങ്ക പ്രകടിപ്പിച്ച ഒരു സ്ഥലമാണ് വയനാട്. ക്യാമറയിൽ കാണുന്നതിലും കൂടുതൽ ആക്ച്വലി കോടുണ്ട് മുൻപില്, ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സമയം 6:02 വൈകിട്ട്. ഇവിടെ ഒരു 4:30 തന്നെ ഇതേ അവസ്ഥ തന്നെയാണ് ഫീൽ ചെയ്തോണ്ടിരിക്കുന്നത്. വേനലാകുമ്പോ അത്ര കോടൊന്നും ഉണ്ടാവൂലല്ലോ, പക്ഷെ ഇത് മഴക്കാലമായതുകൊണ്ടാവും. വളരെ സൈലന്റ് ആയിരിക്കുന്നുണ്ടോ പറയാനില്ലേ? നമ്മുടെ കുഞ്ഞു വ്ളോഗേഴ്സ് വളരെ സൈലന്റ് ആണ്. എന്ത് പറ്റിയെന്നറിയില്ല. അവരും പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ചെറിയൊരു വാട്ടർഫോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയൊട്ടിക്ക് പാട്ടിന്റെ സൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്.